ഈ സീസണിലെ ടോപ്പിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ആഴ്സണലും ലിവർപൂളും. ക്ലോപ്പിൻ്റെ ലിവർപൂൾ ആയാലും അർട്ടേറ്റയുടെ ആഴ്സണലായാലും മികച്ച ഫോമിലാണ് ഈ സീസണിലുടനീളം കളിക്കുന്നത്. എന്നാൽ ചില മത്സരങ്ങളിലെ പിന്നോട്ട് പോക്ക് അവരെ കുഴപ്പത്തിലുമാക്കുന്നുണ്ട്. ഈ രണ്ട് ഇതിഹാസ ക്ലബ്ബുകൾ അവരുടെ ചരിത്രത്തിൽ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ നല്ല ത്രില്ലർ പോരാട്ടങ്ങളാണ് ആരാധകർക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ അവരുടെ ചരിത്രത്തിലെ ചില ത്രില്ലർ പോരാട്ടങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി പറയാൻ പോകുന്നത് 1950 ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയ ഒരു FA കപ്പ് ഫൈനലാണ്. ഏകദേശം 1 ലക്ഷക്കണക്കിന് ആളുകളാണ് പഴയ വെംബ്ലി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. അന്ന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഗണ്ണേഴ്സ് വിജയിക്കുകയായിരുന്നു. റെഡ് ലൂയിസിൻ്റെ ഇരട്ട ഗോളുകളാണ് ആഴ്സണലിന് ഐതിഹാസിക വിജയം നൽകിയത്. അടുത്തത് 1964 അരങ്ങേറിയ ഒരു എപ്പിക് മത്സരമാണ്. ആ സീസണിലെ ഉദ്ഘാടന മത്സരമായിരുന്നു അത്. ലിവർപൂളിൻ്റെ ആൻഫീൽഡിലാണ് വേദി. ബിൽ ഷാങ്ലിയുടെ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം ഉദ്ഘാടന മത്സരത്തിൽ തന്നെ വിജയപ്രതീക്ഷയുമായി ആൻഫീൽഡിൽ ഇറങ്ങി. ഏകദേശം 47,000 പേർക്ക് മുന്നിൽ നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ലിവർപൂൾ 2 ഗോളുകൾ നേടി മത്സരത്തിൽ ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ ആഴ്സണൽ മത്സരത്തിന്റെ 64-65 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ശക്തമായി തിരിച്ചു വന്നു. എന്നാൽ കളിയുടെ 87-ാം മിനിറ്റിൽ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അന്നത്തെ ശക്തരായ ലിവർപൂളിനെതിരെ നല്ല രീതിയിൽ പോരാടിയ ഗണ്ണേഴ്സിന് അവസാനം പിഴച്ചു. ഡോൺ ഹോവയുടെ സെൽഫ് ഗോളിൽ ലിവർപൂൾ വിജയം നേടുകയായിരുന്നു. വീണ്ടും ഒരു FA കപ്പ് ഫൈനലാണ് ഇനി പറയാൻ പോകുന്നത്. 1971 അരങ്ങേറിയ FA കപ്പ് ഫൈനൽ. നീണ്ട 21 വർഷത്തിന് ശേഷം ഇരു ക്ലബ്ബുകളും വീണ്ടും ഒരു ഫൈനലിനായി ഏറ്റുമുട്ടി. 1950 പരാജയത്തിന് മറുപടി പറയാനായിരുന്നു ബിൽ ഷാങ്ലിയുടെ ലിവർപൂൾ അന്ന് ഇറങ്ങിയത്. ഇരുവരുടെയും ചരിത്രത്തിലെ നാടകീയത നിറഞ്ഞ ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു അത്. ആദ്യമായി പൊള്ളുന്ന വെയിലിൽ നടന്ന FA കപ്പ് ഫൈനലിൻ്റെ ക്ലൈമാക്സ് അവിസ്മരണീയമായിരുന്നു. മത്സരത്തിൻ്റെ 90 മിനിറ്റ് വരെ ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാനായില്ല. എക്സ്ട്രാ ടൈമിൽ ലിവർപൂൾ ആഴ്സണലിനെ ഞെട്ടിച്ചുകൊണ്ട് ഗോൾ നേടി. ലിവർപൂൾ ജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു, കൂടാതെ കിരീടത്തിലേക്കും. എന്നാൽ മത്സരത്തിൻ്റെ 101-111 മിനിറ്റുകളിൽ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ നേടി ആഴ്സണൽ ശക്തമായി മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. കളി അവസാനിക്കുമ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് ആഴ്സണൽ വിജയിച്ചു. മധുര പ്രതികാരം നടത്താനിറങ്ങിയ ലിവർപൂളിന് തോൽവി ഇരട്ട പ്രഹരമായി മാറി. അടുത്ത മത്സരം ഇരുവരുടെയും ചരിത്രത്തിലെ നിർണായക മത്സരമായിരുന്നു. 1989 പ്രീമിയർ ലീഗിലെ അവസാന മത്സരം. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഒരു ഡ്രമാറ്റിക് സീസണായിരുന്നു അത്. ആഴ്സണലിന് ലീഗ് ടൈറ്റിൽ അടിക്കണമെങ്കിൽ ഈ മത്സരത്തിൽ ലിവർപൂളിനെതിരെ 2 ഗോളിനെങ്കിലും ജയിക്കേണ്ടതുണ്ട്. എന്നാൽ ലിവർപൂളിന് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരുന്നു. ആൻഫീൽഡിലാണെന്നുള്ളത് ലിവർപൂളിന് അനുകൂല ഘടകമായി. മത്സരം തുടങ്ങി ആദ്യ പകുതി പിന്നിട്ടപ്പോഴേക്കും ഗണ്ണേഴ്സിന് ഗോളുകളൊന്നും നേടാനായില്ല. എന്നാൽ 2ാം പകുതിയിൽ ആഴ്സണൽ ലീഡെടുത്തു. എന്നാലും കിരീടം ലിവർപൂളിൻ്റെ തട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ലിവർപൂൾ പ്രതിരോധത്തിലൂന്നി കളിക്കാൻ തുടങ്ങി. മത്സരം സ്റ്റോപ്പേജ് സമയം കടന്നുപോയി. ഗണ്ണേഴ്സ് കളിക്കാരും ആരാധകരും നിരാശരായി. ലിവർപൂൾ കിരീടമെടുക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ആഴ്സണലിൻ്റെ അവസാന അവസരത്തിൽ മൈക്കൽ തോമസിൻ്റെ ഗംഭീരമായ ഫിനിഷിംഗ് ഗണ്ണേഴ്സിന് ചരിത്രപരമായ ലീഗ് ടൈറ്റിൽ കിരീടം നേടിക്കൊടുത്തു. പോയിന്റുകളും ഗോൾ ഡിഫറൻസും ഒരുമിച്ച് വന്നിട്ടും ലിവർപൂളിനെ പിന്തള്ളി ഗണ്ണേഴ്സ് കിരീടം ഉയർത്തി. ആഴ്സണൽ എന്ന ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇത്. ലിവർപൂളിന് നേരെ തിരിച്ചു. ഗണ്ണേഴ്സ് ആ കിരീട നേട്ടത്തോടെ നീണ്ട 18 വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിച്ചു. അടുത്തത് വീണ്ടും ഒരു FA കപ്പ് ഫൈനലാണ്. 2001 അരങ്ങേറിയ FA കപ്പ് ഫൈനൽ. കഴിഞ്ഞ 2 പ്രാവശ്യവും തോൽവി രുചിച്ച ലിവർപൂളിന് ഇത് സുവർണ അവസരമാണ് വന്നു ചേർന്നത്. എന്നാൽ മത്സരത്തിന്റെ ഭൂരിഭാഗവും ആധിപത്യം പുലർത്തിയ ഗണ്ണേഴ്സ് ഒടുവിൽ 72-ാം മിനിറ്റിൽ ഫെഡ്രി ലൂംബെർഗിന്റെ ഗോളിലൂടെ മുന്നിലെത്തി. അന്നത്തെ ആഴ്സണലിന് ചരിത്രപരമായി മികച്ച ഇംഗ്ലീഷ് പ്രതിരോധമാണ് ഉണ്ടായിരുന്നത്. തിരിച്ച് ഗോളടിക്കുക എന്നത് ഏറ്റവും പ്രയാസമേറിയ കാര്യവും. എന്നാൽ മൈക്കൽ ഓവൻ ലിവർപൂളിൻ്റെ രക്ഷകനായി അവതരിക്കുകയായിരുന്നു. കളി അവസാനിക്കാൻ 7 മിനിറ്റുകൾ ബാക്കി നിൽക്കെ 2 ഗോളുകൾ നേടി റെഡ്സ് നാടകീയമായ മത്സരത്തിൽ തിരിച്ചു വന്നു. മത്സരം അവസാനിക്കുമ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് ലിവർപൂളിനെ ത്രസിപ്പിക്കുന്ന വിജയം, കൂടാതെ FA കപ്പ് കിരീടവും. ഇത് മാത്രമല്ല റെഡ്സിനെ സന്തോഷിപ്പിച്ചത്. 1950 71 ഫൈനലിൽ ആഴ്സണലിനോട് തോറ്റതിന് മധുരമായി പ്രതികാരം ചെയ്യാനും അന്നത്തെ ലിവർപൂളിനായി. അടുത്തത് 2004 അരങ്ങേറിയ ഒരു മത്സരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആ സീസണിലെ ആഴ്സണലിൻ്റെ ജൈത്രയാത്ര. പ്രീമിയർ ലീഗ് ഒരു കളി പോലും തോൽക്കാതെ കിരീടമുയർത്തിയ വെംഗ്രാഷൻ്റെ ആ ടീം. പക്ഷേ ലിവർപൂളുമായിട്ടുള്ള മത്സരത്തിന് മുമ്പ് അവർക്ക് അത്ര നല്ലതല്ലായിരുന്നു. പ്രീമിയർ ലീഗിൽ അപരാജിത കുതിപ്പ് തുടർന്നെങ്കിലും അവർ FA കപ്പിലും ചാമ്പ്യൻസ് ലീഗിലും വീണു. ഈ 2 മത്സരങ്ങൾ കഴിഞ്ഞ് വന്ന മത്സരമായിരുന്നു ലിവർപൂളിനോടുള്ളത്. ഈ മത്സരം എങ്ങനെയും ഗണ്ണേഴ്സിന് ജയിച്ചേ മതിയാവും. എന്നാൽ മത്സരം തുടങ്ങി ഹാഫ് ടൈം കഴിഞ്ഞ് ലിവർപൂൾ 2-1 ലീഡ് നേടി. ആഴ്സണൽ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുമെന്ന് എല്ലാവരും കരുതി.
എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ആഴ്സണൽ ഇതിഹാസം തിയറി ഹെൻറിയുടെ ഉജ്ജ്വല ഫോമിൽ ഗണ്ണേഴ്സ് ജയിച്ചു കയറി. രണ്ടാം പകുതിയിൽ നേടിയ 2 ഗോളുകൾ ഉൾപ്പെടെ ഹാട്രിക്ക് നേടി ഹെൻറി മത്സരത്തിന്റെ താരമാവുകയായിരുന്നു. ആഴ്സണലിന് 4-2 ഐതിഹാസിക വിജയം. അടുത്തത് ഇവരുടെ ചരിത്രത്തിലെ തന്നെ അല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു എപ്പിക് മത്സരമാണ് പറയാൻ പോകുന്നത്. 8 ഗോളുകൾ കണ്ട മത്സരം. ആൻഡ്രെ അർഷവിൻ എന്ന ഇതിഹാസത്തിന്റെ പേരിൽ ഓർക്കുന്ന മത്സരം. 2009 ലിവർപൂൾ ആഴ്സണൽ പോരാട്ടം. 2008-2009 പ്രീമിയർ ലീഗ് സീസണിൽ 6 മത്സരങ്ങൾ ബാക്കി നിൽക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയായിരുന്നു ലിവർപൂൾ. ആൻഫീൽഡിൽ ഗണ്ണേഴ്സിനെതിരായ മത്സരം ഒരു വിജയത്തിൽ കുറഞ്ഞതെന്തും അവരുടെ കിരീട പ്രതീക്ഷകളെ സാരമായി ബാധിക്കുമായിരുന്നു. എന്നാൽ മത്സരം തുടങ്ങി ആദ്യ പകുതി കഴിഞ്ഞപ്പോഴേക്കും 1 ഗോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആഴ്സണലിന്റെ വകയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇരു ടീമുകളും ശക്തമായി പോരാടി. എന്നാൽ ലിവർപൂളിലെ സ്വപ്നങ്ങൾ തകർത്ത ആ മത്സരം പിന്നീട് ഓർത്തത് ആൻഡ്രെ അർഷവിൻ്റെ പേരിലായിരുന്നു. ആഴ്സണലിൻ്റെ റെക്കോർഡ് സൈനിങ്ങായി മാറിയതിന് തൊട്ടു പിന്നാലെ നടന്ന മത്സരത്തിൽ ആ ചെറിയ മനുഷ്യൻ ആൻഫീൽഡിൽ കൊടുങ്കാറ്റാവുകയായിരുന്നു. ആഴ്സണലിനായി അദ്ദേഹത്തിൻ്റെ എക്കാലത്തെ മികച്ച പ്രകടനത്തിൽ ലിവർപൂളിനെ തകർക്കുകയായിരുന്നു. എണ്ണം പറഞ്ഞ 4 ഗോളുകളാണ് അദ്ദേഹം ആൻഫീൽഡിൽ നേടിയത്. എന്നാൽ രണ്ടാം പകുതിയിൽ ലിവർപൂൾ നല്ല രീതിയിൽ കളിച്ചു. അവരും 4 ഗോളുകൾ നേടിയതോടെ മത്സരം 4-4 സ്കോറിൽ സമനിലയായി. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ആവേശകരമായ മത്സരമായിരുന്നു അത്. അടുത്തത് 2016 അരങ്ങേറിയ മത്സരമാണ്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ പ്രീമിയർ ലീഗ് മത്സരം. 7 ഗോളുകൾ വന്ന മത്സരത്തിൽ ലിവർപൂൾ ആഴ്സണലിനെ സ്വന്തം കാണികളുടെ മുന്നിൽ തോൽപ്പിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ 1-1 ആയ മത്സരം രണ്ടാം പകുതി ആയപ്പോഴേക്കും ചൂടുപിടിക്കുകയായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 30 മിനിറ്റ് ആയപ്പോഴേക്കും 5 ഗോളുകളാണ് ഇരു ടീമുകളും നേടിയത്. മത്സരം അവസാനിപ്പിക്കുമ്പോൾ 3-4 ഗോളുകൾക്ക് ലിവർപൂളിന് ത്രസിപ്പിക്കുന്ന വിജയം. അടുത്തതായി പറയാൻ പോകുന്നത് ലീഗ് കപ്പാണ്. റൗണ്ട് ഓഫ് 16 നടന്ന പോരാട്ടത്തിൽ ത്രസിപ്പിക്കുന്ന കളി പുറത്തെടുക്കാൻ ഇരു ടീമുകൾക്കുമായി. 10 ഗോളുകളാണ് ആ മത്സരത്തിൽ ഇരു ടീമുകൾ ചേർന്ന് നേടിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകൾ അഴിച്ചുകൂട്ടിയ ഇരു ടീമുകളും ഇഞ്ചറി ടൈം വരെ ആ ആവേശം കൊണ്ടുപോയി. ഇഞ്ചറി ടൈമിൽ നേടിയ ഗോളിൽ ലിവർപൂൾ ആഴ്സണലിൽ നിന്ന് സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു. അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ലിവർപൂൾ ആഴ്സണലിനെ തോൽപ്പിക്കുകയും അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുത്ത കിടിലൻ പോരാട്ടങ്ങൾ. ഇതുകൂടാതെ ഇവർ തമ്മിൽ പോരാടിയ നല്ല കിടിലൻ മത്സരങ്ങൾ ഇനിയുമുണ്ട്. ഏകപക്ഷീയവും വമ്പൻ മാർജിനിലുള്ള വിജയങ്ങളും പരസ്പരം കട്ടയ്ക്ക് കട്ട നിന്ന മത്സരങ്ങളുമെല്ലാം ഇരുവരും പരസ്പരം പോരാടിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും പോരാട്ടമുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ സീ യു.